പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഓണം വെക്കേഷൻ ആവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ആ ഒരു 10 ദിവസം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പൂക്കൾ ഇടാനായിട്ട് നോക്കാറുണ്ട്. അതിപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല പൂക്കളാവണമെന്നില്ല, എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ കുഞ്ഞു പൂക്കൾ വെച്ചിട്ടാണെങ്കിലും ഒരു ചെറിയൊരു പൂക്കളം. ഇന്നത്തെ പൂക്കളത്തിൽ ചിലപ്പോൾ പൂക്കളിനേക്കാൾ അധികം ഇലകളായിരിക്കും, പല കളറിലുള്ള പല ഷേപ്പിലുള്ള ഇലകളായിരിക്കും മിക്കവാറും അതിൽ കൂടുതലായിട്ട് കാണാറ്. പൂക്കളൊക്കെ ഇടാനായിട്ട് രണ്ടാൾക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പൂക്കളാണെങ്കിലും ഈ ഒരു പൂക്കളം ഇതുപോലെ ആയി കിട്ടാനായിട്ട് കുറച്ച് സമയം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ഒരു ചെറിയൊരു പൂക്കളാണെങ്കിലും അത് ഇട്ട് വരുമ്പോൾ രണ്ട് കുഞ്ഞു മക്കളെയും വെച്ചിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ രണ്ടാളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് വേണം നമ്മൾ ഓരോന്നൊക്കെ സഹകരിച്ച് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ പൂവിട്ട പോലെ ഇരിക്കില്ല. പൂവൊക്കെ തലേദിവസം തന്നെ മേടിച്ചിട്ട് നമ്മൾ റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് ഓണത്തിൻ്റെ അന്ന് രാവിലെ ആയപ്പോഴും നമ്മൾ അതൊക്കെ എടുത്ത് ഇടാനായിട്ട് കൊണ്ടുവന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ തലേദിവസം തന്നെ പണി തീർന്നിട്ടുണ്ടാവും. പൂവിട്ടതിന് ശേഷം അതിൽ കുറച്ച് ബാക്കി എല്ലാ പൂക്കളും കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് പൂവൊക്കെ എടുത്ത് വെച്ചിട്ടായിരുന്നു നമ്മളുടെ ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് രാവിലെ പിന്നെ കഴിക്കാനായിട്ട് ദോശമാവ് തലേദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ചേട്ടൻ അനിയത്തിയും കൂടിയിട്ട് പൂവൊക്കെ ഇങ്ങനെ എന്താ പറയുക, പൂ പറിച്ചിടാൻ വേണ്ടിയിട്ട് രണ്ടാളും നല്ല സഹകരണമായിരുന്നു. പിന്നെ ചേട്ടനാണെങ്കിലും സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു പരിചയം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ചെയ്ത് നല്ല രീതിയിൽ വേഗം തന്നെ തരുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ വീടും മുറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പൂക്കൾ ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഇടാനുള്ള ഒരു ഓപ്ഷനെ നമുക്കുള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് 4 ആൾ കാണുന്ന പോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് പുറത്തായിട്ട് ഇടാനൊക്കെ പറ്റും. നമ്മളിത് ചെയ്യുന്നതിന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കൾക്ക് ഇത് കാണണമെങ്കിൽ നമ്മളിത് വീട്ടിൽ ചെയ്താലേ അവരിത് എന്തെങ്കിലുമൊക്കെ കാണുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ഓണമാണ് എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ടി വിയിലൊക്കെ കാണുമ്പോഴാണ് മാവേലി അല്ലെങ്കിൽ പുലിക്കളി, വള്ളംകളി, അങ്ങനെ ഓണത്തിന് എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. കയറി വരുന്ന എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഈ ഒരു ബോർഡിൽ പിന്നെ ഹാപ്പി ഓണം നോക്കി അതിൻ്റെ ലെറ്റേഴ്സൊക്കെ മാറ്റി വെച്ചിട്ടോ. ആർക്കും കാണാനല്ല, നമുക്ക് മാത്രം കാണാനാണെങ്കിലും അതിലൊരു രസം. അങ്ങനെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം രണ്ടാളെയും കുളിപ്പിച്ച് പിന്നെ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇടിച്ച് റെഡിയാക്കിയിട്ടോ. അനിയത്തിക്ക് ഡ്രസ്സ് ചെയ്യാനും ഇതുപോലെ മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ടിരിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും ചേട്ടനെ മുണ്ടെടുക്കാനുള്ളതായതുകൊണ്ട് ഇന്ന് വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേഗം രണ്ടാളെയും റെഡിയാക്കി ഇരുത്തി. ഇടണ്ട, അത് നീക്കി വെക്കി. ഓണത്തിൻ്റെ അന്ന് പൂക്കളിടാന്നുള്ള പരിപാടി മാത്രമേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഓണസദ്യയൊക്കെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നുകൊണ്ട് തന്നെ ഇവിടെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ചോറ് മാത്രം വെക്കാനുണ്ടായിരുന്നുള്ളൂ, ബാക്കി കറികളും എല്ലാതും അവിടെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം രണ്ടാളെയും പിടിച്ചിരുത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അതിൻ്റെ മേലെ കൂടെയൊക്കെ പൂക്കൾ ഇടുന്ന പോലെ രണ്ടാളും കാണിക്കുന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ പൂക്കളം മിക്കവാറും എപ്പോഴും ഈ ഒരു 3-4 കളറിൽ തന്നെയായിരിക്കും കേട്ടോ. ഓറഞ്ച് ഉണ്ടാവും, യെല്ലോ ഉണ്ടാവും, പിന്നെ ഒരു വൈറ്റ് ഉണ്ടാവും, പിന്നെ വയലറ്റ് ഉണ്ടാവും. അതിൽ ഇന്ന് മാത്രം കുറച്ച് സ്പെഷ്യലായിട്ട് കുറച്ച് കുഞ്ഞ് റോസാപ്പൂവും കൂടി ഉണ്ട്, അതുകൊണ്ട് വേറൊരു കളർ പൂവും കൂടി ഉണ്ട്. വേറെ കൂടുതലായിട്ടുള്ള കളർ പൂക്കളൊന്നും നമ്മൾ വാങ്ങിച്ചിടാറില്ല, കാരണം അത് കാണാനായിട്ട് ആരുമില്ല. എന്നാൽ ഓണത്തിന് വേണ്ടി ഒരു പൂക്കൾ ഇടണ്ടേന്ന് ആലോചിക്കുമ്പോൾ ഇടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞൊരു പൂക്കളാണ് നമ്മളെപ്പോഴും ഇടാറ്. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷേ മക്കളെയും റെഡിയാക്കി പിന്നെ അത് കഴിഞ്ഞ് സാരിയൊക്കെ എടുത്തു വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാളും നേരത്തെ ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങി വന്നപ്പോൾ കുറച്ച് സമയം വൈകി. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങി നമുക്ക് ഈ ഒരു നട്ടുച്ച നേരത്തെ ഇറങ്ങി പുറത്തിറങ്ങി നടക്കാനേ പറ്റില്ല, നല്ല ചൂടുണ്ട്. നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിലും ആ ഒരു പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു ചൂടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെയിലിൻ്റെ ഒരു കാഠിന്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ പായസം കൂടെ ഉള്ളൂ, ബാക്കി എല്ലാ കറികളും റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസത്തിൻ്റെ പണി കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സദ്യ കഴിക്കാൻ പിന്നെ റെഡി ആയിട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളെയൊക്കെ റെഡിയാക്കി ഇരുത്താണ്. അപ്പോൾ ഈ കുട്ടികളെ പിടിച്ച് ഫോട്ടോ എടുക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെല്ലാവരെയും കൂടി കിട്ടുന്നത് വലിയൊരു പണിയായിരിക്കും എപ്പോഴും. ഇതിപ്പോൾ എല്ലാ വീട്ടിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. എല്ലാവരും കൂടെ കിട്ടാന്ന് പറയുന്നത് ഒരു പണി, ഇനി എല്ലാവരും കൂടി ഫോട്ടോയിലേക്ക് പോസ് ചെയ്യാന്നുള്ളത് അടുത്ത ടാസ്ക്. അങ്ങനെ എല്ലാവരും കൂടി എന്തെങ്കിലുമൊക്കെ ഫോട്ടോസ് കിട്ടാന്നുള്ളത് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ കുട്ടികളുടെയും പിന്നെ നമ്മുടെ എല്ലാവരുടെയും എടുത്തതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാ കറികളും കാര്യങ്ങളൊക്കെ വിളമ്പി വെക്കുകയാണ് കേട്ടോ. ടേബിളിൽ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ കറികളും വെക്കണം. പിന്നെ കൂടാതെ നമ്മളിന്ന് പ്ലേറ്റിലല്ല, നമ്മൾ ഇലയിട്ടിട്ട് കഴിക്കണോണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം സ്ഥലം വേണ്ടി വരും. അങ്ങനെ കറികളും കാര്യങ്ങളൊക്കെ വേറൊരു ടേബിളിലേക്ക് മാറ്റി പിന്നെ ഇല മാത്രം നമ്മൾ കഴിക്കാനിരിക്കുന്ന അവിടെ ഇടുന്ന അതൊക്കെ ചെയ്തതിന് ശേഷം ആദ്യം കുട്ടികൾക്ക് വിളമ്പായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ജോയ്ക്കാണെങ്കിൽ ഇന്ന് മുണ്ടായതുകൊണ്ട് ആ ഒരു ഡ്രസ്സ് ആൾക്ക് തീരെ പിടിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാറായപ്പോഴേക്കും, ഫുഡല്ല സദ്യ കഴിക്കുമ്പോഴേക്കും അതൊക്കെ മാറണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ പിന്നെ അനിയത്തിയും പറയാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ രണ്ടാൾക്കും വേഗം തന്നെ ഡ്രസ്സ് മാറണം.
അപ്പോൾ പിന്നെ ഡ്രസ്സ് മാറിനേക്കാളും മുന്നേ നമ്മുടെ എൻ്റെയും മക്കളുടെയും കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ട് പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അന്നമ്മ ആണെങ്കിൽ പാവാടയും ബ്ലൗസൊക്കെ മാറി, പക്ഷെ ആളുടെ മേക്കപ്പ് കോസ്റ്റ്യൂമും ഒക്കെ സെയിം പഴയ പട്ടുപാവാട ഇട്ടതിൻ്റെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഡ്രസ്സിങ്ങും ആ തലയിലെ പൂവൊക്കെ കൂടെ കണ്ടിട്ട് ആകെ ആളുടെ ഒരു ഷേപ്പ് വേറെ പോലെ തോന്നുമായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് രണ്ടാൾക്കും മടിയാണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഇങ്ങനെ ഇലയിലൊക്കെ കഴിക്കണ കാരണം വലിയ കുഴപ്പമുണ്ടായില്ല. രണ്ടാളും ഇട്ട് കൊടുത്ത ഭക്ഷണമൊക്കെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾ കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനവും പിന്നെ നമുക്ക് പതുക്കെ സാവധാനം ഇരുന്ന് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനും പറ്റി. അങ്ങനെ ഞങ്ങളുടെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ടി വിയിൽ ഏതോ സിനിമ കാണായിരുന്നു. ഏതായിരുന്നു, മറ്റേ ബ്രോമാൻസ് അങ്ങോട്ടായിരുന്നു എന്ന് തോന്നുന്നു നമ്മളന്ന് കണ്ട സിനിമ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. കാരണം ഈ ഒരു സാരി എന്നൊക്കെ പറയുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന ഒരു ഡ്രസ്സാണ്. നാട്ടിലാണെങ്കിൽ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ എടുക്കും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഓണത്തിന് മാത്രമാണ് സാരി എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാരിയൊക്കെ എടുത്തപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വയ്ക്കുകയായിരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോഴായിരുന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങിയത്. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഫ്രൈഡേ ഓൾറെഡി ഒരു ഹോളിഡേ ആയതുകൊണ്ട് നമുക്ക് ഓണം അതേ ദിവസം തന്നെ നമുക്ക് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനും പറ്റി. ഇനി സാറ്റർഡേ സൺഡേ നമുക്ക് പിന്നെ ഇവിടെ വേറെ വർക്കിംഗ് ഡേയ്സ് അല്ലാത്തതുകൊണ്ട് അതും ഒരു സമാധാനം. ഇനി അത് കഴിഞ്ഞിട്ടും വേറെ ക്ലാസ്സിലേക്കൊന്നും രണ്ടാളെയും വിടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടോ. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയി, കുറച്ച് നേരമായി എത്തിയിട്ട്. പക്ഷെ ഇപ്പോഴും ഡ്രസ്സൊന്നും നമ്മൾ മാറിയിട്ടില്ല. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതൊക്കെ നോക്കലും പിന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ സെൻഡ് ചെയ്യലും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇവിടെ ഇരിക്കുകയാണ്. കോസ്റ്റ്യൂമൊന്നും മാറിയിട്ടില്ല അല്ലേ. അപ്പോൾ ഉറക്കം എണീറ്റ് തന്നെ കുറച്ച് വാശിയിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു വർഷത്തെ ഓണം നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ മാത്രം ഫാമിലി ആയിട്ട് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ പിന്നെ അനിയനും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഓണമായിരുന്നു. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾക്ക് എന്താ പറയുക, നാട്ടിലത്തെ പോലെ അത്രയും ഇതുകളൊന്നുമില്ല. നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് വേറെ ഇഷ്ടംപോലെ പരിപാടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നതൊക്കെ എന്താ പറയുക, സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം ടി വിയിൽ സിനിമയൊക്കെ കണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. അതിപ്പോൾ നാട്ടിലാണെങ്കിൽ അത് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. പുതിയ പുതിയ സിനിമകളൊക്കെ നമുക്ക് ഈ ഓണത്തിൻ്റെ അന്നൊക്കെയാണല്ലോ ടി വിയിൽ വരിക. പക്ഷെ ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. കാണാനായിട്ട് നമുക്കിപ്പോൾ വേറെ അതിനേക്കാളും മുന്നേ നമുക്ക് കാണാൻ പറ്റും. എന്നാലും നമ്മൾ ഇവിടെയും അതുപോലെയൊക്കെ ഓണ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ടി വിയിൽ ഇതുപോലെ സിനിമകളൊക്കെ കാണാനൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ മാറി ഒന്ന് ഇതാവണം. പക്ഷെ സാരി അങ്ങനെ വല്ലപ്പോഴും എടുക്കുന്നതായതുകൊണ്ട് അങ്ങനെ മാറാനായിട്ട് അങ്ങനെ തോന്നണില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കണേ. വല്ലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിലിപ്പം ഈ ഒരു ദിവസം ഓണത്തിന് മാത്രം തന്നെയാണ് സാരി എടുക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത്. ഇനി ഇതെടുക്കണമെങ്കിൽ ഇനി കുറേ എന്താ പറയുക സമയം എടുക്കും. വേറെ ദിവസം വേണ്ടി വരും എടുക്കാനായിട്ട്. അങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ട്. ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയൊന്നും എടുത്തിട്ടല്ല കേട്ടോ. എല്ലാ ഫുഡും അവിടെ ചേച്ചി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. വേറെ പണിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ കാലത്തൊട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇതായിട്ട് ഇരിക്കണേ, അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ ഒരു വർഷത്തെ അങ്ങനെ ആ ഒരു ഓണാഘോഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഫസ്റ്റിലേ കാണിക്കേണ്ട വീഡിയോ ആയിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ വീടിനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ലാസ്റ്റിലായി പോയെന്നുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രമൊന്നുമില്ല. നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്ന ആ ഓണം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്ന ബോർഡൊന്ന് ഇങ്ങോട്ട് സൈഡിലേക്ക് വെച്ചു. പിന്നെ പൂക്കളിട്ടത് ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ എടുത്തതായിരുന്നു കേട്ടോ. പൂവിട്ടതിൻ്റെ പിറ്റേ ദിവസം, അതായത് ഓണം കഴിഞ്ഞതിന് ശേഷമുള്ള നെക്സ്റ്റ് ഡേ ആയിട്ട് വീഡിയോ ആണ്. അതുകൊണ്ടാണ് പൂക്കളായിട്ട് ഇട്ട പോലെയൊന്നുമല്ല. ഓറഞ്ചിനുള്ള വൈറ്റ് കളറും അല്ലെങ്കിൽ യെല്ലോയിൽ വൈറ്റും ഓറഞ്ചും പൂവൊക്കെ കാണാനായിട്ട് പറ്റും. ഇതാണ് പറഞ്ഞത്. ഇവിടെ പൂക്കളിട്ട് കഴിഞ്ഞാൽ അത് അതുപോലെ ഇരിക്കുന്ന സമയം കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ ഒരു വർഷത്തെ ഓണാഘോഷം. അപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് നല്ല മെമ്മറീസും കൂടി ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പയും അമ്മയും ഒരേപോലെയുള്ള കളർ ഡ്രസ്സും മക്കൾക്ക് സെയിം കളർ ഡ്രസ്സ് അങ്ങനെയായിരുന്നു. അതിലിപ്പോൾ ഞങ്ങളുടെ രണ്ടാളുടെ ഡ്രസ്സ് അങ്ങനെ എന്തോ ഇതിൽ കളറായി പോയതായിരുന്നു. അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടല്ലായിരുന്നു കേട്ടോ.